hairpin roaduകൾ. Horrible. I'm sick and tired. ഒന്ന് കുളിച്ച് ഫ്രഷ് ആവട്ടെ. ഏയ് ഒന്നുമില്ല. അല്ല, എന്തോ ഉണ്ട്. ഇല്ല, ഒന്നുമില്ല. ഇല്ല. ഏതാണ് ഫോട്ടോ? ആരാണ് സ്ത്രീ? എന്നെ പോലെ തന്നെ അല്ലേ? എന്റെ മമ്മിയും ഡാഡിയും. മമ്മി? നോ, സ്റ്റെപ്പ് മദർ, രണ്ടാനമ്മ. സുന്ദരിയായിരുന്നു അവർ, നിന്നെ പോലെ. പക്ഷേ അവരെന്റെ ഡാഡിയെ കൊന്നു. ബില്ലി, എന്താ സംഭവിച്ചത്? എന്റെ വിധി. ലീവ് ഇറ്റ്. ആ പഴങ്കഥകളൊക്കെ പറഞ്ഞ് നമ്മുടെ നല്ല കൂട് നശിപ്പിക്കണ്ട. ഓക്കേ? കള്ളൻ. എങ്ങനെ മനസ്സിലായി? മോഷ്ടിക്കാനുള്ള തിടുക്കം കണ്ടില്ലേ? എന്തോന്ന്? കമാൺ.
കിച്ചു പോയി മമ്മിയോട് ബെഡ് കോഫി കൊണ്ടുവരാൻ പറയും. ഞാൻ പറഞ്ഞതാ ഇതിനെ ഇവിടുന്ന് കൊണ്ടുപോയി കളയാൻ. നീ കിടന്നിങ്ങനെ ബേളം വെച്ചാലോ കിച്ചു ഉപദ്രവിക്കില്ല. ഉപദ്രവിക്കോടാ. ആ കണ്ടോ അവന് ഉപദ്രവിക്കില്ലെന്ന്. അതെ അതെ, ഇതിനെ ഇവിടുന്ന് കൊണ്ടുപോയി കളഞ്ഞില്ലെങ്കിൽ ഞാൻ ആരുടെയെങ്കിലും കൈ കൊടുത്തു വിടും. ഡാഡി മോക്ക് കൊടുത്തൊരു സമ്മാനം. നീ ഇവനെ തൊടാനും നോക്കാനും ഒന്നും പോകണ്ട. എല്ലാം മോള് നോക്കിക്കോളും. മോളുടെ പെറ്റല്ലേ. അവളുടെ ഒരു പെറ്റ്. ഈ അസത്തിനൊന്നും എടുത്തോണ്ട് പോകുന്നുണ്ടോ ഇവിടുന്ന്? മോശം. മമ്മി എന്തിനെങ്ങനെ കിച്ചുവിനെ പേടിക്കുന്നേ? കിച്ചു ആരും ഉപദ്രവിക്കില്ല അല്ലേ ഡാഡി? പിന്നെയല്ലേ, അത് പറഞ്ഞാൽ മമ്മിക്ക് മനസ്സിലാവണ്ട മോളെ. പാടാ കിച്ചു ഒന്ന് കുട്ടും. ഡാഡിക്ക് മോക്കും ഇതെല്ലാം വെറും തമാശയാ. ഐ എം വെരി സീരിയസ്. കാപ്പി. കാപ്പിയാണോ? സീരിയസ് ആകാൻ എന്താ ഉള്ളത്? ഉണ്ട്. ഇതൊരു കാഴ്ച ബംഗ്ലാവാക്കാൻ ഞാൻ സമ്മതിക്കില്ല. കൊരങ്ങും മുയലും എലിയും കുറവും. കിച്ചു നീ ഇവിടെ ഇരുന്നോ, അല്ലെങ്കിൽ മമ്മി പ്രശ്നം ഉണ്ടാക്കും. ദേ കണ്ടോ കണ്ടോ, കോഫിയിൽ ഷുഗർ ഇട്ടതാ. പിന്നെ എടുത്തിടുന്നാണ്ടില്ലേ? എനിക്ക് കോഫിക്ക് നല്ല മധുരം വേണം. നിങ്ങളിത് കണ്ടിട്ട് മിണ്ടാതിരിക്കുക. അവള് കുട്ടിയല്ലേ, ഇപ്പം കുറച്ച് കൂടുതൽ കഴിച്ചെന്നോർത്ത് കുഴപ്പമൊന്നുമില്ല. നിന്റെ ഒക്കെ പ്രായമാകുമ്പോ ശ്രദ്ധിച്ചാൽ മതി. അതായത് ഒരു 39-40 ഒക്കെ ആവുമ്പോ അല്ലേ ഡാഡി? വെരി കറക്റ്റ്. വല്ല വിവരം ഉണ്ടോ മോളെ? ശരിയാ. നീ മമ്മി പേടിപ്പിച്ചില്ലേ? അവിടെ കിച്ചു ദേ നീ ഇപ്പോഴൊന്നും പുറത്തേക്കിറങ്ങി പോവല്ലേ. മമ്മി ദേഷ്യപ്പെട്ടിരിക്കാട്ടോ.
കിച്ചു, നീ കിടന്നുറങ്ങ്. യു സ്ലീപ്. ഗുഡ് മോർണിംഗ് എവറിബഡി. പിടിച്ചോ. സുന്ദരി കുട്ടികൾക്ക് വിശക്കുന്നുണ്ടാവും അല്ലേ? പുഷ്പേ, എടി പുഷ്പേ. ആ, എന്താ സണിച്ച? എന്റെ ആ ബ്രീഫ് കേസിങ് എടുത്തേ. അതാ വാർഡ്രോബിൽ ഉണ്ടായിരുന്നല്ലോ, ഞാൻ എടുത്തുതരാം. നീ എന്താടി ഒരു ഗുസ്തി കഴിഞ്ഞു വരുന്ന പോലെ? ഒരു സെർവന്റിനെ വെക്കാന്ന് പറഞ്ഞാൽ നീ സമ്മതിക്കത്തില്ല. ഇപ്പൊ തന്നെ തടി വളരെ കൂടുതലാണെന്നല്ലേ സണ്ണിച്ചന് പരാതി. അത് ശരിയാണ്. ഇനി സെർവന്റിനെ കൂടെ നിർത്തി റെസ്റ്റ് എടുത്താൽ എന്റെ സ്ഥിതിയോ? വളരെ മോശമായിരിക്കും. ഗുഡ് മോർണിംഗ്. അബിയെ, ഏതൊക്കെ ഡോക്ടേഴ്സ് എത്തിയിട്ടുണ്ട്? ഡോക്ടർ സണ്ണി, ഡോക്ടർ വാര്യർ, ഡോക്ടർ ശ്രീദേവി. ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ആലിസ് അറിയാൻ വന്നില്ലേ? ഡോക്ടർ ഡെലിവറിക്ക് പോയിരിക്കുക. ഓഹോ, വൈകിട്ടുണ്ടാവൂ? ഇല്ല, 2 മാസം കഴിഞ്ഞ് വരും. അതെന്താ? ഡോക്ടർ പ്രസവിച്ചു കിടക്കുക. അതുകൊള്ളാമല്ലോ. പ്രസവം എടുക്കാൻ വന്ന വൈറ്റാറ്റി ഇരട്ട പറ്റൂന്ന് പറഞ്ഞ പോലെ അല്ലേ? മറ്റേ ആ, പിന്നെ റോങ് നമ്പർ ഇപ്പോഴും വരാറുണ്ടോ ഗോപികൃഷ്ണന്റെ? നാണമില്ലല്ലോ, നാക്കിന് ഒരു ബ്രേക്കും ഇല്ല. രാവിലെ പെട്ടി നോക്കിക്കൊണ്ട് ഇറങ്ങും. ആ സിസ്റ്ററെ, കല്യാണം അറിയിക്കാൻ മറക്കരുത്. പറ്റിയൊരു പ്രസന്റേഷൻ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. ആ സിസ്റ്ററെ, കല്യാണമൊന്നും ആയില്ലേ? നമ്മുടെ കയ്യിൽ പറ്റിയൊരു പാർട്ടി ഉണ്ട്, ആലോചിക്കട്ടാ. പിന്നെ നമ്മുടെ കാര്യം മറക്കരുത് കേട്ടാ. അല്ലേ? ഈ പെൺപിള്ളേരുടെ കല്യാണം കഴിഞ്ഞാണോ വേണ്ട കൂടാറുണ്ട്. ആ, ഇതാര് ഡെയ്സി പുളിമോട്ടിലോ? 1 മാസമല്ലേ അവള് കല്യാണം കഴിഞ്ഞിട്ട്. നീഡിൽ പോലെ ഇരുന്ന ആളെ ഹണിമൂൺ കഴിഞ്ഞു വന്നപ്പോ ഗ്ലൂക്കോസ് ബോട്ടിൽ പോലെയായി. ഒന്ന് ചുമ്മാ വാജോടി വല്ല ഡോക്ടർമാരോടും പോരെ? ആ പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ചെലവ് ചെയ്യണം. ഞാനും വരാം. ചെയ്യാം. ഓപ്പല്ലേ വരാൻ പോണത്. ഇവിടെയൊക്കെ കിട്ടിയവന്റെ വിധി തന്നെ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ഇരിക്കണം. ഡോക്ടർ എന്ത് പണിയെ കാണിച്ചത്? എനിക്ക് തരാമെന്ന് പറഞ്ഞ ഓർഡർ അല്ലേ ദാദാ ഫാർമയ്ക്ക് കൊടുത്തത്? അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാൻ ഗൗരീസേ. എന്തെങ്കിലും ഓർഡർ ഉണ്ടോന്ന് താൻ സ്റ്റോറിലെ സിസ്റ്ററെ പോയി കാണാം. ഞാൻ അല്പം ബിസിയാ. ഐ എം സോറി. ഞാൻ ഡോക്ടർ വൈകിട്ട് വീട്ടിൽ വന്ന് കാണാം. ഇല്ല, ഞാനവിടെ ഉണ്ടാവില്ല. നാളെ വൈകിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. ഓക്കെ? പിന്നെ ഞങ്ങളുടെ പുതിയ കുറെ കോംപ്ലിമെന്റ്സ് വന്നിട്ടുണ്ട്. തവണ 3-4 ഐറ്റംസ് ഉണ്ട്. ഓ എന്റെ പൊന്ന് ഗൗരീസേ, പ്ലീസ്. മുമ്പുണ്ടായിരുന്ന ഐറ്റംസ് അല്ല ഡോക്ടർ. ഡോക്ടർ ഈ ഐറ്റംസ് ഒന്ന് കണ്ടതിന് ശേഷം തീരുമാനിച്ചാൽ മതി. സാധാരണ ഐറ്റംസ് അല്ല ഡോക്ടർ. സാധാരണ പേനയും കലണ്ടറൊന്നും അല്ലത്. ഡോക്ടർ ഐറ്റംസ് ഒന്ന് സാധാരണ ഐറ്റംസ് അല്ല ഡോക്ടർ. ഡോക്ടർ ഒന്ന് കണ്ടേ. ഇതൊന്ന് നോക്കിയിട്ട് ഡോക്ടർ തീരുമാനിച്ചാൽ മതി. സിറ്റുവേഷൻ മനസ്സിലാക്കി ഗൗരീസ്. പറഞ്ഞത് മനസ്സിലായില്ലേ? പിന്നെ കാണാടോ. ആ കോംപ്ലിമെന്റ്സ് എന്നൊക്കെ പറഞ്ഞ വീഴാത്ത ഡോക്ടർമാരുണ്ട്. ഇതൊരു പ്രത്യേക സൃഷ്ടി തന്നെ. അപ്പനപ്പന്മാരുണ്ടാക്കിയ പൂത്ത പണം കാണും. എന്നാലോ ദാദാ ഫാർമയ്ക്ക് ഓർഡർ കൊടുത്ത് ഒരുമാതിരി മറ്റേ പണിയായി പോയി. സിസിലി, ഡോക്ടർ വരാൻ സമയം, ഞാൻ വാർഡിലേക്ക് പോവാം. സിസിലി, ഒന്ന് തന്നെ. ആ ജിജിയോ? ഗുഡ് ഈവനിങ് ആന്റി. മിമി ഇല്ലേ ആന്റി? മോളിലുണ്ട്, വരൂ. ആ പിന്നെ 2 പേരും കൂടി ഇങ്ങനെ സൈക്കിൾ സവാരി നടത്തി പഠിത്തം ഒഴിപ്പരുത് കേട്ടോ. ഇന്റലക്ച്വൽസിന് എപ്പോഴും പുസ്തകപ്പുഴ ഇരിക്കേണ്ട കാര്യമില്ല ആന്റി. ഞാൻ ചാക്കോച്ചായനെ ഒന്ന് കാണട്ടെ. മോളുടെ വികൃതിത്തരങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അയ്യോ, ചതിച്ചേക്കല്ലേ ആന്റി. നായകക്കുട്ടി മിമി, മിമി എന്തായി കാണിക്കുന്നേ? അത് കടിക്കില്ലേ? ഇതൊന്നും ചെയ്യില്ല. നിന്റെ ദേഹത്ത് വെക്കാം. അയ്യോ വേണ്ട വേണ്ട മിമി, പ്ലീസ് വേണ്ട. ഞാൻ പോവാ. ഇനി കംപ്ലൈന്റ് അടിക്കുമ്പോൾ എന്നെ വിളിച്ചേക്കരുത്. പേടിക്കണമെന്ന് വേണ്ട. ഇനി പഠിച്ചില്ലെങ്കിലും വിരോധമില്ല. ഞാൻ പോവാ. ജിജി ഇതൊന്നും ചെയ്യില്ല. ആന്റി, ആന്റി. എന്താ മോളെ? ആന്റി എലി. മിമി അതിനടുത്ത് എന്റെ ദേഹത്ത് വെച്ചു. പറഞ്ഞു കേക്കണ്ടേ? ഇപ്പൊ അവളുടെ ഡിയറസ്റ്റ് ഫ്രണ്ട് ആ കുരങ്ങാണ്. ഡേർട്ടി ക്രീച്ചർ. താമസിയാതെ ഞാൻ ഇതിനെല്ലാം നാട് കടത്തും. ഞാൻ പോട്ടെ ആന്റി, അല്ലെങ്കിൽ അവൾ ഇനി ഇതുപോലെ എന്തെങ്കിലും പണിയൊപ്പിക്കും. ജിജി പോടി അവിടുന്ന്.
ആഹാ, മോൾ ഉറങ്ങിയില്ലേ? എന്താ മോളെ ഉറങ്ങാത്തത്? ഒന്നുമില്ല. രാവിലെ പോകേണ്ടതല്ലേ? എവിടെ ഡാഡി? ആഹാ, മോള് മറന്നോ അത്? നാളെ ഡാഡിയുടെയും മമ്മിയുടെയും 50th വെഡിങ് ആനിവേഴ്സറിയാണ്. രാവിലെ നമ്മൾ ഔട്ടിങ്ങിന് പോകുന്നു. അയ്യോ, എന്റെ ഫ്രണ്ട്സിനെല്ലാം വിളിക്കാൻ മറന്നുപോയി. ആയും മമ്മിയും മോളും മാത്രം. ഓക്കെ ഓക്കെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സണ്ണിച്ച, ഉം. ഞാൻ ഒരു കാര്യം പറയട്ടെ? എന്താ ഒരു മുഖവരയുമായി പതിവില്ലാതെ? അല്ല, മിമി ഇവിടെ കുരങ്ങും എലികളും ഒക്കെ ആയി കളിച്ചു നടക്കല്ലേ? അവളെ നമുക്ക് ബോർഡിംഗ് സ്കൂളിൽ ചേർത്താലോ? പക്ഷേ നിമിയുടെ പോയാൽ പിന്നെ നമുക്ക് ആരാരും കൂട്ട്? അവളല്ലേ ഈ വീടിന്റെ ആകെ ഒരു തെളിച്ചം. സണ്ണിച്ചിനെ മോൾ എങ്ങനെ വഷളാക്കുന്നു? എത്ര വഷളായാലും അവൾ എന്നോടത്തും ആവില്ലല്ലോ. ആ, കിടന്നുറങ്ങാൻ നോക്ക്. നാളെ വെളുപ്പിനെ പോകേണ്ടതാ. ഞാൻ ഉറങ്ങാൻ തന്നെ വന്നതാ. അവളുടെ ഒരു ജാട. സണ്ണിച്ച, ഓടിയൻ. സണ്ണിച്ച, നീ പറഞ്ഞതിലും അല്പം കാര്യമുണ്ട് കേട്ടോ. ആ, പിണങ്ങിയോ? കൊള്ളാം. ഇടയ്ക്ക് ഇങ്ങനെ ചില ഫലിതങ്ങൾ പൊട്ടിച്ചില്ലെങ്കിൽ ലൈഫ് മൊണോട്ടണസ് ആയി പോവില്ലേ? അല്ലേ മോളെ? യെസ് ഡാഡി. ആ, പോയി കയറി പോയി. മോള് പോയി കയറ. Can you see the fruit? Fine. Good. വാ. ഇന്നലെ മമ്മിയുടെ ഒരു സജഷൻ ഉണ്ടായിരുന്നു, മോളെ ഏതെങ്കിലും നല്ലൊരു ബോർഡിംഗ് സ്കൂളിലാക്കണമെന്ന്. അവിടെ ആവുമ്പോ പുതിയ ഫ്രണ്ട്സ്, നല്ല അറ്റ്മോസ്ഫിയർ, ഒരു ഡിസിപ്ലിൻ. നോക്കിഷ്ടല്ലേ? ഡാഡി എന്നെ എങ്ങും പറഞ്ഞേക്കരുത്. ഡാഡി വിട്ട് ഞാൻ എങ്ങും പോവില്ല. മോള് വലിയ കുട്ടിയാവുമ്പോൾ കല്യാണമൊക്കെ കഴിച്ച് ഹസ്ബൻഡ് കൂടെ അങ്ങ് ദൂരെയൊക്കെ പോകേണ്ടതല്ലേ? ആരായിരിക്കുമോ ഭാഗ്യവാൻ? മോളെ. ഹലോ, എന്താണ് കാപ്പി ഉണ്ടാക്കുമായിരിക്കും മമ്മി? അനങ്ങിയല്ല, അവൾ എവിടെ പോയാലും ഇരിപ്പാ. പിന്നെ ഇരിക്കുക. എന്നോട് തനിച്ചാക്കിട്ട് ഡാഡി മോളും കൂടെ ഹണ്ടിങ്ങിന് പോയില്ലേ? എവിടെ സാധനം കാട്ടിതാ? എടേ, ഞങ്ങള് ഹണ്ടിങ്ങിന് പോയതൊന്നുമല്ല. കാണുമ്പോ ഒരു ഗമമുണ്ട്, അതിനല്ലേ തോക്ക് പിടിച്ചിരിക്കുന്നു. കോഫി വേണോ? നീ കുടിച്ചോ? ഞാൻ കുടിച്ചു. ആരാ? ഞാൻ ഹാരിസൺ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വരുന്നതാ. ഓ, ഇവിടുന്ന് ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നേരത്തെ വരാറുള്ളത് വേറെ ആളായിരുന്നല്ലോ. അയാള് പോയി. ലിസ്റ്റിലുണ്ടായിരുന്നോ? എങ്കിൽ മിസ് ചെയ്തിരിക്കും. അത് ഉടനെ വേണ്ടതാണ്. ഞാൻ ഉടനെ എത്തിക്കാം. ഇതിലൊന്ന് സൈൻ ചെയ്തേക്കും. ആ, ഒന്ന് നിൽക്കൂ. ഒരു സഹായം ചെയ്യണം. എന്താ? വരൂ.
കൊണ്ടുപോയി കളയാമോ? എന്തിനാ? ഇവൻ ശല്യക്കാരനൊന്നും അല്ലല്ലോ അല്ലേ? എന്നോട് മാത്രമേ ഉള്ളൂ ശല്യം. മോടെ നിർബന്ധത്തിന് ഡാഡി വാങ്ങിയതാ. എന്താണിത്? വാളിയ, നമുക്കിന്ന് സുഹൃത്തുക്കളാവാം. നിനക്കെന്താ ഈ ഒരാളോട് മാത്രം ഇത്ര ദേഷ്യം? എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ. മിസ്സിസ് തന്നിച്ചെറിയെന്നൊരു കാര്യം ആവശ്യപ്പെട്ടാൽ ചെയ്യാതിരിക്കാൻ ഒക്കുവോ? തന്നെയുമല്ല, നമ്മുടെ പൂർവികരല്ലേ. പൂർവികരുടെ ശാവ് ഏറ്റുവാങ്ങരുതെന്നാ പഴമൊഴി. വരട്ടെ. അതിന് ഞാനൊരാൾക്ക് കൊടുത്തു. അത് ദിവസം എന്നെ ശല്യപ്പെടുത്തുന്നത് നീ കാണുന്നില്ലേ? മമ്മി, എനിക്ക് എന്റെ കിച്ചുവിന് വേണം. അത് എവിടെയാണെങ്കിലും ഞാൻ പോയി കൊണ്ടുവരാം. മിമി, നിനക്ക് പഠിക്കാൻ ഒരുപാടില്ലേ? ഈ ജന്തുക്കളായിട്ടുള്ള സഹവാസമൊക്കെ നിർത്തി വല്ലതും പഠിക്കാൻ നോക്ക്. കോഫി കുടിക്കും. എനിക്കൊന്നും വേണ്ട. എന്റെ കിച്ചുവിനെ കിട്ടാതെ ഞാൻ ഒന്നും കഴിക്കില്ല. നീ എത്ര നിരാഹാരം കിടന്നാലും ആ കുട്ടിക്കൊരെങ്ങനെ തിരിച്ചു കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കണ്ട. ഇതിൽ ബോൺവിറ്റില്ലല്ലോ. ആ, അതിനെ കൊണ്ടുപോയി കളഞ്ഞോ? കളഞ്ഞില്ല. സോറി.
പല കേസുകളിലായി ശിക്ഷ അനുഭവിച്ചവരാണ് ഇവരൊക്കെ. ഇവരിൽ ആരെങ്കിലും ആണോ നോക്കൂ. റിപ്പർ കേസുകളിലെ പോലെ ഒരു മാനിയാക്കാണോ ഇതിന്റെ പിന്നിലെന്ന് ഞങ്ങൾക്ക് ബലമായ സംശയമുണ്ട്. എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയാൽ ഞാൻ ഡോക്ടറെ അറിയിക്കാം. ശരി, ഡോക്ടർ പോയിക്കോളൂ. താങ്ക് യു സാർ. ഓക്കെ, വാ മോളെ. മോളെ, എന്താ ഡാഡി? വെക്കേഷനൊക്കെ കഴിയാൻ പോവല്ലേ, മോളെ ഏതെങ്കിലും ബോർഡിംഗ് സ്കൂളിലാക്കിയാലോ എന്ന് ആലോചിക്കാൻ ഞാൻ. വേണ്ട ഡാഡി, ഞാൻ പോയാ പിന്നെ ഡാഡി ഒറ്റയ്ക്ക് ഇവിടെ. അതൊന്നും സാരമില്ല. ഡാഡിക്ക് എപ്പോഴും മോളെ ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല. മോള് പ്രായമായി വരികയാണ്. എനിക്ക് ഡാഡി എപ്പോഴും കാണണം. മോളെ, ഒരമ്മയുടെ വാത്സല്യമാണ് നിനക്കിപ്പോ വേണ്ടത്. ഡാഡിയുടെ ചുറ്റുപാടുകൾ മോക്കറിയാമല്ലോ. ഹോസ്പിറ്റലും രോഗികളും. പിന്നെ എന്റെ കാര്യം ഓർത്ത് ഡാഡി വിഷമിക്കണ്ട. ഞാൻ ഡാഡിയുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കരുത് ഡാഡി. ഇല്ല. ഡാഡി, എന്താ മോളെ? ഡാഡി കരയാ? മോൾ ഉറങ്ങിയില്ലേ? മോള് പോയി കിടന്ന് ഉറങ്ങിക്കോ. ഞാൻ പോകുന്നില്ല. ഞാൻ ഡാഡിയുടെ കൂടെ കിടന്നോട്ടെ. എന്താടി? വരം പോലെ വേനലിൽ മഴ പോലെ സാന്ത്വനമാകും കരങ്ങൾ ഏതോ വരം പോലെ വേനലിൽ മഴ പോലെ സാന്ത്വനമാകും കരങ്ങൾ വിണ്ണിൻ പൂവുകൾ ജീവനിൽ ഒന്നൊന്നായി തൂകും നേരം ആത്മാവിൽ വിങ്ങും നാദം ഏതോ വരം പോലെ വേനലിൽ മഴ പോലെ സാന്ത്വനമാകും കരങ്ങൾ
സാന്ത്വനമാകും കരങ്ങൾ. സാന്ത്വനമാകും കരങ്ങൾ വിണ്ണിൻ പൂകൾ ജീവനിൽ ഒന്നൊന്നായി തൂകും നേരം ആത്മാവിൽ വിങ്ങും നാദം ഏതോ വരം പോലെ വേനലിൽ മഴ പോലെ സാന്ത്വനമാകും കരങ്ങൾ. ഡാഡി വരൂ. മോളെ, ഇത് മോളുടെ മമ്മി. ഷേർലി, ഇതാണ് എന്റെ ബിബി. മോളെ, മോക്ക് വേണ്ടിയാണ് ഡാഡി വീണ്ടും ഒരു മാരേജിന് തയ്യാറായത്. മോക്ക് നമ്മുടെ മമ്മിയെ പോലെ സ്നേഹിക്കാനും വിശ്വസിക്കാനും ഒരാൾ. ഷേർലിയെ മോളെ സ്നേഹിക്കണം, സ്നേഹിക്കാൻ ശ്രമിക്കണം. മിമി, സാരമില്ല, മോളോടും കൂടി പറയാ പെട്ടെന്നുള്ള ഒരു വിവാഹമല്ല. 2 ദിവസം കഴിയുമ്പോൾ എല്ലാം ശരിയാവും. ഷേർലിയും അവളെ മോളെ പോലെ സ്നേഹിക്കണം. വരൂ. മിമി, ഇന്നു മുതൽ ഞാൻ മോളുടെ മമ്മിയാണ്. ഒരു സ്റ്റെപ്പ് മദറായിട്ട് എന്നെ കാണരുത്. ഇവിടെ എത്തുന്നത് വരെ മിമിയെക്കുറിച്ചേ ഡാഡിക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ. മോളെന്ന് വെച്ചാ ഡാഡിക്ക് ജീവനാ. എന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? വരൂ. ആഹാ, മോളും മമ്മിയുടെ സംസാരിച്ചോണ്ട് നിൽക്കുക. ഞാൻ സംസാരിച്ചില്ല. മോളെ, മമ്മി ഇവിടെ ആദ്യമായിട്ട് വരികയല്ലേ, നീയല്ലേ ഇവിടെ എല്ലാം കാണിച്ചു കൊടുക്കേണ്ടത്. എന്താ ഡോക്ടർ ഇങ്ങനെ? ഐ എം ടോട്ടലി അപ്സെറ്റ്. വേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നൽ. മോളെ ഈ അവസ്ഥയിൽ ഫേസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. എന്റെ മോനെ കൂടെ ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ എന്ന് ആലോചിക്കായിരുന്നു ഞാൻ. നോ, അത് വേണ്ട. അവൻ കൂടി വന്നാൽ അവളുടെ സ്ഥാനം മറ്റൊരാൾ കൈയെടുക്കുമോ എന്ന ഭയം. കുട്ടികളുടെ മനസ്സല്ലേ, ഒരു കളിക്കൂട്ടുകാരനെ കിട്ടുമ്പോ അവൾ ആകെ മാറും. ഡോക്ടർ,
നമുക്ക് നാളെ തന്നെ ബോർഡിങ്ങിൽ പോയി മോനെ കൊണ്ടുവരണം. അവനും ഇതൊരു ചേഞ്ച് ആവുമല്ലോ. മോനെ 5 സ്റ്റാർ ആണോ മിൽക്ക് ചോക്ലേറ്റ് ആണോ ജെംസ് ആണോ? 5 സ്റ്റാർ. എത്ര പാക്കറ്റ് മേടിച്ചു തരണം? 3. മോനെ നീ മിടുക്കനാ കേട്ടോ. ആ മോളോ വാ വാ ഇരിക്കെ. മോനെ ഇതാരാണെന്ന് അറിയാമോ? മോന്റെ ചേച്ചിയാ, മിമി ചേച്ചി. ഹലോ മിമി, ഇത് നിധിൻ മോൻ, മോളുടെ കുഞ്ഞനിയൻ. ഈ ചേച്ചി മിണ്ടില്ലേ മമ്മി? ചേച്ചി അങ്ങനെയാ, അധികം ആരോടും മിണ്ടില്ല. ആ മോൻ ചെല്ലേ, ചേച്ചിയുടെ കൂടെ പോയി കളിച്ചോ. ആ Get out. ഹായ്. Curious uncle? How are you, Nitin? Fine. മമ്മിയും ഡാഡിയൊക്കെ അകത്തുണ്ടോ? ആ Uncle, helmet. ആ ഇത് വെച്ചാ അങ്കിളിന്റെ തലയിൽ കോലമായത്. വാ. ഗുഡ് ഈവനിങ് ഡോക്ടർ. ഗുഡ് ഈവനിങ്. ആ ഗീവറിച്ചാനോ? മോനേക്കാളും വലുതാണല്ലോ ഹെൽമെറ്റ്. അതും ഊരി താഴെ വയ്ക്ക്. ഇരിക്കടോ. പിന്നെ ഞാൻ ഈ മെഡിസിന്റെ കാര്യം പറഞ്ഞ് ഡോക്ടർ ബോറടിപ്പിക്കാൻ വന്നതല്ല. പിന്നെ എന്തിനാണ് ആവോ? ആ ഈ ബാഗും തൂക്കി ഡോക്ടർമാരുടെ അടുത്ത് കയറി ഇറങ്ങി നടക്കുന്നോണ്ടേ എനിക്കൊരു മെച്ചമില്ല. പക്ഷെ പല ഡോക്ടർമാർക്കും മെച്ചം ഉണ്ടായിട്ടുണ്ട്. ആ അത് ശരിയാണ്. എത്ര ഡോക്ടർമാരുടെ കല്യാണം ഞാൻ നടത്തി കൊടുത്തിട്ടുണ്ടെന്ന് അറിയാവോ? ഈ റെപ്രസെന്റേറ്റീവ് പണിയേക്കാളും നല്ലത് ഒരു മാരേജ് ബ്യൂറോ തുടങ്ങുന്ന ഡോക്ടറെ. താൻ ഇതിനു മുമ്പ് വർക്ക് ചെയ്തിരുന്ന കമ്പനിയിലെ MD കല്യാണം ആലോചിച്ചല്ലേ തന്റെ അവിടുത്തെ പണി പോയത്? ഇങ്ങോക്കെ നീ ജീവിക്കാൻ പഠിച്ചവനാവട്ടോ. ആ എന്ത് ചെയ്യാനാ ഡോക്ടറെ? ചേരേണ്ടത് ചേരുമ്പടി ചേരേണ്ടിടത്ത് ചേരേണ്ട പോലെ ചേർന്നോട്ടെ എന്ന് ചിന്തിച്ചതാ ഞാൻ ചെയ്ത തെറ്റ്. ആ അല്ല, ഇവിടെയും ചേരേണ്ടത് ചേരേണ്ട പോലെ ചേർന്നു എന്നല്ലാതെ എനിക്കൊന്നും തടഞ്ഞില്ല. അതൊക്കെ ശരിയാക്കാവടോ. ശരിയാക്കണം. ഷേളി എന്റെ വകയിലൊരു പെങ്ങളാണെന്നും പറഞ്ഞ് എന്റെ കമ്മീഷനൊന്നും കുറയ്ക്കരുത്. കോഫി എടുക്കട്ടെ? കാപ്പിയൊന്നും വേണ്ട ഡോക്ടറെ. മറ്റൊന്നുമില്ലേ? ഡോക്ടർ കുടിക്കില്ലെന്നറിയില്ലേ? അയ്യേ എന്റെ ഡോക്ടറെ, ഈ രക്തത്തിലെ കൊളസ്ട്രോളിന് ആൽക്കഹോളിനേക്കാൾ നല്ലൊരു മരുന്നില്ലെന്ന് കഴിഞ്ഞ ആഴ്ച കാലിഫോർണിയയിലെ ഡോക്ടേഴ്സ് ഓഫ് കൊളസ്ട്രോൾസ് അസോസിയേഷൻ സർക്കുലറിൽ പറഞ്ഞ ഞാൻ പറഞ്ഞല്ല. ഡോക്ടറെ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. എന്താണാവോ? ഡോക്ടറുടെ ഹോസ്പിറ്റലിലെ മരുന്നിനുള്ള ഓർഡർ മുഴുവൻ എനിക്ക് തരണം. ഞാൻ ഈ ബന്ധം നടത്തി തന്നെ ഈ ഒരു ഉദ്ദേശം മനസ്സിൽ കണ്ടുകൊണ്ടാ. അതിന് വയറ്റിളക്കത്തിനുള്ള ഒരു ഗുളികയും വെച്ചോണ്ട് ഞാൻ എങ്ങനെയാണോ തനിക്ക് ഓർഡർ തരുന്നത്? ഞാൻ ഈ മുനിസിപ്പാലിറ്റിയുടെ വാട്ടർ ടാങ്കിൽ വിങ് കളിക്കാൻ എന്താന്ന് ആലോചിക്കുക. ആ അങ്ങനെ വല്ലതും ചെയ്താൽ കൊള്ളാം. എന്നാ ഞാൻ അതിനുള്ള മാർഗം നോക്കട്ടെ. ഓ ശരി, ഞാൻ വരട്ടെ. ഷാർലി, മോൻ ഇറങ്ങിയല്ലോ. ഞാൻ കൊണ്ടേ കിടത്തിട്ട് വരാം. വേണ്ട, നിങ്ങൾ ഇന്ന് ഭക്ഷണം കഴിക്കും. ഞാൻ കൊണ്ട് കിടത്താം. മോനെ മിമി കഴിക്കും. ബാടാ കണ്ണ ബാടാ. Good night.
ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഡാഡി, ഇന്ന് ഹോളിഡേ അല്ലേ? ഹണ്ടിങ്ങിന് പോവാം. ഇന്ന് പറ്റില്ലല്ലോ മോളെ, നമുക്ക് വേറൊരു ദിവസം പോവാം. പ്ലീസ് ഡാഡി. നമുക്ക് പോവാം. ഡാഡിയും മമ്മിയും കൂടെ ഡോക്ടർ സാമുവിന്റെ വീട്ടിൽ ഒരു ഗെറ്റ് ടുഗദറിന് പോവാം. നമുക്ക് വേറെ ദിവസം പോവാം. മിമി, മോളിലുണ്ട്, ഉറങ്ങാം. ഒന്ന് ശ്രദ്ധിച്ചോണേ. വരൂ. പോട്ടെ മോളെ. വാട്ട് നോൺസെൻസ് ആർ യു ടോക്കിംഗ്? നിന്റെ ഡാഡിക്ക് നിന്റെ ജീവനാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ? ഞാൻ പറയുന്നതൊന്നും നിനക്ക് മനസ്സിലാവുന്നില്ല ജിജി. അവിടെ ആകെ ഒരു സ്ട്രേഞ്ച് അറ്റ്മോസ്ഫിയർ ആണിപ്പോ. അവരുടെ മകനോടാ ഡാഡിക്ക് ഇപ്പൊ കൂടുതൽ സ്നേഹം. അതൊക്കെ നിന്റെ വെറും തോന്നലുകളാണ് മിമി. തോന്നലുകളൊന്നുമല്ല, ഇറ്റ്സ് എ ട്രൂത്ത്. എന്താ ഇത്? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എക്സാം അടുത്ത് വരിക. അതും ഇത് ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട. വാ, നമുക്ക് പോവാം. വാടോ. എന്താടോ ഇതൊക്കെ? മിമിയിൽ നിന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഒന്ന് വേഗം വാ. ചേച്ചി 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 എന്തോ ഒന്നും മിണ്ടാത്തെ? ചേച്ചി, നമുക്ക് ഒളിച്ച് കളിക്കാം. വേണ്ട പ്ലീസ് ചേച്ചി, പ്ലീസ് വാ ചേച്ചി. ശരി, വരൂ. One, two, 9, 10. വലിയ കമ്പനിയായല്ലോ. മിമി, നിധിനെവിടെ? അവിടെ കാണുന്നേ. ഒളിച്ചിരിക്കുക. മോനെ നിധിൻ, മോനെ ബേളം ഉണ്ടാക്കാതെ. കുഴപ്പമൊന്നുമില്ല, ഈസ് ഓൾ റൈറ്റ്. കുറച്ചു നേരം കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ മരിച്ചു പോവായിരുന്നു അല്ലേ ഡാഡി? ഭാഗ്യം കൊണ്ട് ഒന്നും സംഭവിച്ചില്ല. കൂൾ ഡൗൺ ചാർലി, ഈസ് ഓൾ റൈറ്റ് മോനെ. മോൻ എന്തായി കാണിച്ചേ?
ഫ്രിഡ്ജിനകത്ത് ആരെങ്കിലും കയറിയിരിക്കുവോ? ഞാൻ ഒളിച്ചിരുന്നതാ. എന്നിട്ട് എന്തിനാ ഡോർ അടച്ചത്? ഞാൻ അടച്ചില്ല. പിന്നെ നിതിൻ, നിന്റെ കൈ കൊണ്ട് അടഞ്ഞതായിരിക്കും അല്ലേ? അതെ. ഇനി മോൻ ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മോനെ ഇവിടെ അടുത്തുള്ള സ്കൂളിൽ ചേർത്താ പോരെ? എന്തിനാ ഇനിയും ബോർഡിങ്ങിലേക്ക് അയക്കുന്നത്? വേണ്ട, അവൻ ബോർഡിങ്ങിൽ നിന്ന് തന്നെ പഠിക്കുന്നതാ നല്ലത്. മിമിക്ക് ഇനിയും എന്നോടും മോനോടും ഇണങ്ങിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. എന്തോ ഒരു ശത്രുത പോലെ. അവ കൊച്ചുകുട്ടിയല്ലേ, അവക്ക് മാത്രം അവകാശപ്പെട്ട സ്നേഹം പങ്കിടാൻ മറ്റു രണ്ടുപേർ വന്നതിലുള്ള ദുഃഖം ഒക്കെ കുറച്ച് ദിവസം കഴിയുമ്പോൾ മാറിക്കോളും. ഷേർലി, നീയും മിമിയോട് കൂടുതൽ അറ്റാച്ച്മെന്റ് കാണിക്കണം. യു ഹാവ് ടു ട്രൈ ഫോർ ദാറ്റ്. ഞാൻ മിമിയെ സ്നേഹിക്കുന്നില്ലെന്നാണോ ഡോക്ടർ പറയുന്നത്? എനിക്കറിയാം, എന്നാലും കുട്ടികളുടെ മനസ്സ് അതറിഞ്ഞ് നമ്മൾ പ്രവർത്തിക്കണം. ഏതായാലും അവൻ ഈ വർഷം കൂടെ ബോർഡിങ്ങിൽ തന്നെ നിൽക്കട്ടെ. നിന്റെ ഇഷ്ടം. കോഫി കുടിക്കാൻ. മോളെ, കോഫി. എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. എന്താ പറ്റിയ നിനക്ക്? ഞാൻ തന്ന കുട്ടിക്ക് കുടിച്ചൂടെ? ദാ. വേണ്ട പറഞ്ഞില്ലേ? എന്താ മോളെ, എന്ത് പറ്റി? അവരെന്നെ തല്ലി. മോൾ അങ്ങനെയൊന്നും പറയരുത്. മോളുടെ മമ്മിയല്ലേ? അവരെന്റെ മമ്മിയല്ല. എന്തിനാ മോളെ തല്ലിയത്? പറയൂ, എന്താ കാര്യം? കണ്ടില്ലേ കോഫി കൊടുത്തപ്പോ തട്ടിക്കളഞ്ഞത്? എന്താ മോളെ നീ കാണിച്ചത്? ലാളിച്ച് കുട്ടിയെ വഷളാക്കിയിട്ടാ. കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. മോളെ, മമ്മിയോട് സോറി പറയൂ. പറയാൻ. ഞാൻ പറയില്ല. എന്റെ മിമിക്ക് സ്നേഹം നൽകാൻ ഒരമ്മ, അത് മാത്രമേ ഞാൻ ഈ വിവാഹം കൊണ്ട് ഉദ്ദേശിച്ചുള്ളൂ. പക്ഷെ മിമി, അവൾക്ക് ഷേർലിയുമായി യോജിച്ചു പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഷേർലിക്ക് എല്ലാം എന്റെ സ്വാർത്ഥതയായിരുന്നു. മിമിക്ക് പുഷ്പയെ പോലെ ഷേളിയെ കാണാൻ കുറച്ച് സമയമെടുക്കും. ഷേളി വർഷങ്ങളോളം ജർമ്മനിയിൽ കഴിഞ്ഞതല്ലേ. ആ ഒരു കൾച്ചർ മിമിക്ക് അത്ര പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല. പിന്നെ ഞാൻ ഡോക്ടറോട് നേരത്തെ പറഞ്ഞിട്ടില്ലേ ജർമ്മനിയിൽ വെച്ചുണ്ടായ ആക്സിഡന്റിനെ കുറിച്ച്. ചെറിയാന്റെ മരണശേഷം അവൾ വീണ്ടും ഫാഷൻ ഡിസൈനിങ്ങിലേക്ക് തിരിഞ്ഞു. ആ ഒരു ഷോക്ക് ഓവർകം ചെയ്യാൻ. പുഷ്പയുടെ മരണശേഷം എനിക്കൊരു റിലീഫ്, അത് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ ഇപ്പോൾ മിമിയിൽ നിന്ന് ഞാൻ അകലുകയാണോ എന്നൊരു തോന്നൽ. എല്ലാം ഒരു എടുത്തിയാട്ടമായിരുന്നു ഗിവറീസ്. ഡോക്ടർ കരുതുന്ന പോലെ ഒന്നും ഉണ്ടാവില്ല. ഷേളിക്ക് ഒരു മോനില്ലേ? ഒരമ്മയുടെ സ്നേഹം, ദയ, ഇതൊക്കെ അവളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെന്നാണോ?
ഷേർലി മിമിയെ സ്നേഹിക്കുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഞാൻ മിമിയെ ഒന്ന് കാണട്ടെ, എല്ലാം നേരെയാവും. ഡോക്ടർ പോയിക്കോളൂ. ഓക്കെ, സീ യു ഡോക്ടർ. മിമി ഇവിടെ വന്ന് നിൽക്കുക, ഫോണെടുക്ക്. എന്താണോ? ഒന്ന് പോടോ. നിനക്ക് കണ്ടുകൊണ്ടോടാ? ആ, താനെ പഠിപ്പിക്കാൻ വരിക. റോഡിലാണോ വണ്ടി ഇരിക്കുന്നത്? ആ, ഞാനിപ്പോ തിരിക്കും. എന്താ ചെയ്യുന്നത്? ലൈൻ കിട്ടുന്നില്ല. നീ എവിടെയായിരുന്നു? ഞങ്ങൾ എവിടെയൊക്കെ ഫോൺ ചെയ്തു. ഞാൻ സ്കൂൾ വിട്ട് വരുന്ന വഴിക്ക് ഡോക്ടർ ആ കുട്ടിയെ ഇങ്ങനെ വഷളാക്കുന്നത്. ഒന്നിനും ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത പോക്ക്. ദേ കണ്ടില്ലേ, ചോദിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞോ? മിമി ഏതെങ്കിലും ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയി കാണും. സമയം പോയതുകൊണ്ട് പേടിച്ചിട്ട് അവളൊന്നും പറയാ പോയത്.
എന്താ മിമി? എനിക്ക് ഡാഡി ഒന്ന് കാണണം. ഡാഡി ഉറങ്ങാ. എന്താ അത്യാവശ്യം? മിമി പോയോ? ആ, അവൾ എന്തിനാ വന്നത്? ഒന്നും പറഞ്ഞില്ല. നിന്റെ ഡാൻസ് ഉഗ്രനായി. ഒന്ന് പോടി, നിനക്ക് എപ്പോഴും ഒരു കളിയാക്കല. അതൊന്നല്ല, നീ നല്ലൊരു മൂഡിലായിരുന്നു. ബൈ, ഗുഡ് നൈറ്റ്. What the hell are you doing?
താങ്ക് യു. ഹലോ. മോള് സൂക്ഷിച്ച് നോക്കൂ. ഇവരിൽ ആരെങ്കിലും ആണോ? ഇവരെല്ലാം കൊള്ളയും കൊലപാതകവും നടത്തി പലതവണ ജയിൽ ശിക്ഷ അനുഭവിച്ചവരാണ്. ഇവരിൽ ആരെങ്കിലും ആണോ? ഇത് വില്യംസ്. ഹോട്ടൽ പ്ലാസയിൽ വെച്ച് ഇന്നലെ ഇൻസ്പെക്ടർ തോമസ് മാത്യു ആണ് കസ്റ്റഡിയിലെടുത്തത്. ബലാത്സംഗ ശ്രമം. പുഷ്പയുടെ കൊലപാതകത്തിന് പിന്നിലും ഈ ഒരു ഉദ്ദേശമായിരുന്നല്ലോ. മോള് ശ്രദ്ധിച്ചു നോക്കൂ. ഇവനാണോ? അല്ല, ഇവരിൽ ആരുമല്ല. ഡോണ്ട് വറി ഡോക്ടർ, ഉടൻ തന്നെ അവനെ ഞങ്ങൾ കസ്റ്റഡിയിലെടുത്തിരിക്കും. പറ്റേ സാർ. വാ മോളെ. ഡാഡി ഒന്ന് നിർത്ത്, ഞാനിവിടെ ഇറങ്ങാ. എന്താ മോളെ? എനിക്ക് ജിജിയുടെ വീട് വരെ ഒന്ന് പോണം. ഡാഡി പോയിക്കോ. താമസിക്കല്ലേ? ഇല്ല. എക്സ്ക്യൂസ് മീ, എനിക്ക് മുകളിലേക്ക് പോണം. കേറ്. വില്യംസ്, അന്വേഷിച്ച ഒരാൾ വന്നിരുന്നു. മെസ്സേജ് കിട്ടി.
ഹലോ. ഹലോ, വില്യംസ് അല്ലേ? അതെ, ആരാണ്? ഐ മിമി. മിമിയോ? എനിക്ക് മനസ്സിലായില്ല. എനിക്കറിയാം, നമ്മൾ തമ്മിൽ പരസ്പരം കണ്ടിട്ടുണ്ട്, പക്ഷെ പരിചയപ്പെട്ടില്ല. എനിക്ക് നിങ്ങളുടെ ഹെൽപ്പ് വേണം. ഹെൽപ്പോ? എന്ത്? പറയാം. അതിനു മുമ്പ് എനിക്ക് നിങ്ങളൊന്ന് കാണണം. ഞാൻ നിങ്ങളെ അറിയില്ലല്ലോ. എനിക്ക് നിങ്ങളെ അറിയാലോ. മെറൈൻ ഡ്രൈവിലെ KTDCയുടെ ബോട്ട് ജെട്ടിയിൽ നാളെ 3 മണിക്ക് വരണം. ഞാൻ അവിടെ ഉണ്ടാവും. ഓക്കെ, ഐ വിൽ ബി ദയർ. ആരാണ് ഈ സ്ത്രീ? ഈ ഫോൺ കോളിന്റെ പിന്നിൽ എന്തെങ്കിലും ചതിവുണ്ടാവുമോ? നെവർ. ഹലോ, ഐ എം മിമി. ഫോണിൽ സംസാരിച്ചപ്പോ ഞാൻ തെറ്റിദ്ധരിച്ചു. അല്ല, ഏതോ പ്രായം ചെന്ന സ്ത്രീയുടെ ശബ്ദം പോലെ. വളരെ പക്വത, ഐ മീൻ സംസാരത്തിൽ. എന്താ കാണണോന്ന് പറഞ്ഞത്? എനിക്ക് നിങ്ങളുടെ ഒരു സഹായം വേണം. ഞാൻ ഡോക്ടർ സണ്ണി ചെറിയന്റെ മകളാണ്. 3 മാസം മുമ്പായിരുന്നു എന്റെ മമ്മിയുടെ മരണം. ഇറ്റ് വാസ് എ മർഡർ. അതിനുശേഷം ഡാഡി മറ്റൊരു വിവാഹം കഴിച്ചു, ഷേർലി. അവർ വന്നതിന് ശേഷം എന്റെ ഡാഡി ആകെ മാറി. അതിന് എനിക്ക് എന്റെ ഡാഡി തിരിച്ചു കിട്ടണം. അവരെന്റെ ഡാഡി വിട്ട് പോണം. അതിന് ഞാനെന്ത് ചെയ്യണം? അവർ ജീവിച്ചിരിക്കാൻ പാടില്ല. ഓഹോ, വിളിച്ചു വരുത്തി കളിയാക്കുക? നോ, ഇറ്റ്സ് എ ഫാക്ട്. ഞാൻ ആലോചിച്ചിട്ട് നിങ്ങളെ കൊണ്ട് മാത്രമേ അതിന് കഴിയൂ. കാരണം എന്റെ മമ്മിയെ കൊന്നത് നിങ്ങളായതുകൊണ്ട്. സ്റ്റേഷനിൽ വെച്ച് എനിക്ക് നിങ്ങളെ കാണിച്ചു കൊടുക്കാമായിരുന്നു. കാരണം ആ സംഭവത്തിന് ഒരേ ഒരു ഐ വിറ്റ്നസ് ഞാൻ മാത്രമാണ്. മിമി, എന്നെ തെറ്റിദ്ധരിക്കരുത്. ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട, എല്ലാം എനിക്കറിയാം. എന്തു പറയുന്നു? ഓക്കെ, ഐ വിൽ ഡു. മിമി എന്നെ രക്ഷിച്ചില്ലേ സ്റ്റേഷനിൽ വെച്ച്? അതിന് പ്രതിഫലമായി ഐ നോട്ട് എ പ്രൊഫഷണൽ കില്ലർ. അന്ന് അങ്ങനെ ഒരു സാഹചര്യത്തിൽ വേണ്ട, അതേക്കുറിച്ചൊന്നും ആലോചിക്കണ്ട. ഈ മർഡർ എന്ന് നടത്തണമെന്നുള്ള വിവരം ഞാൻ ഫോണിൽ വിളിച്ച് പറയാം. ഓക്കെ, ഡോണ്ട് ഫർഗെറ്റ്. നിന്നേക്കാൾ ബുദ്ധിമാനാണ് വില്യംസ് എന്ന് നിനക്കറിയില്ല. ഒരേ ഒരു ദൃസാക്ഷി. നിന്റെ സ്റ്റെപ്പ് മദറിനെയല്ല എനിക്ക് ആവശ്യം.
ഷേർലി, എന്റെ ബ്രീഫ് കേസിങ് എടുത്തേ. ഇതാ വരുന്നു. ഇന്ന് രാജിമാറ്റിന്റെ മാരേജ് അല്ലേ, നേരത്തെ വരണം. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ കോൺഫറൻസിൽ പോകും. അപ്പൊ ഒന്ന് വരില്ലേ? ലേറ്റ് ആയാലും ഇന്ന് തന്നെ എത്തും. ഷോ, റിസപ്ഷൻ എങ്കിലും പോയില്ലെങ്കിൽ മോശ. നീ പോയാ മതി. എപ്പോഴാ റിസപ്ഷൻ? ഈവനിങ്. ഡോക്ടർ ഇല്ലാതെ ഞാൻ ഒറ്റയ്ക്ക്. എല്ലാരും ചോദിക്കും ഡോക്ടർ എന്താ വരാഞ്ഞെന്ന്. ചോദിക്കുന്നവരോട് പറയണം, എന്റെ ഭർത്താവ് ബിസിയായ ഒരു ഡോക്ടറാണ്, മാരേജിനും ചോറൂണിനും നടക്കാൻ അയാൾക്ക് എപ്പോഴും സമയമില്ല എന്ന്. ഓ മതി ഒരു ഫലിതം പറിച്ചിൽ. പറ്റേ? ആ ഹലോ, വില്യംസ് അല്ലേ? ഞാനാ മിമി. ആ പറയൂ. ഇന്ന് രാത്രി ഡാഡി ഒരു മെഡിക്കൽ കോൺഫറൻസിന് പോവും. വൈകിയേ വരൂ. ആ സ്ത്രീ ഒരു മാരേജിന് പോവും. കറക്റ്റ് ടൈം ഞാൻ വിളിച്ചു പറയാം. വില്യം, മിമി, മിമി, സമയമായി, നമുക്ക് പോവാം. ഞാൻ വരുന്നില്ല. അതെന്താ? വല്ലാത്ത തലവേദന. ആ ടാബ്ലറ്റ് എടുത്ത് കഴിച്ചോളൂ. ഞാൻ തിരിച്ചു വരുന്നത് വരെ ജിജിയെ കൂടെ കൂട്ടിന് വിളിച്ചോ. ശരി. എപ്പോ തിരിച്ചെത്തും? ബിറ്റ്വീൻ 7-7:30. ഹലോ, വില്യംസ് അല്ലേ? ഇത് ഞാനാണ്, മിമി. അവർ മാരേജിന് പോയി. 7 മണി കഴിഞ്ഞേ വരൂ. ഷാർപ്പ് 7 തന്നെ വില്യംസ് ഇവിടെ എത്തിയിരിക്കണം. ബാക്ക് ഡോർ തുറന്നു കിടക്കും. ഞാനിവിടെ ഉണ്ടാവില്ല. ശരി, ഓക്കെ. ജിജി, നീ ഡോറൊക്കെ തുറന്നെടുത്ത് അഞ്ചിരിക്ക. ഭയങ്കര തലവേദന. നീ വല്ലാതെ വേർതിരിക്കുന്നല്ലോ. ഫാൻ ഇട്ടില്ലായിരുന്നു, അതുകൊണ്ടായിരിക്കും. ആന്റി ഇവിടില്ലേ? ആന്റി ഒരു മാരേജിന് പോയിരിക്കാം, ഇപ്പൊ വരും. ഞാൻ നിന്റെ നോട്ട്സ് ഒന്ന് എഴുതിയെടുക്കാൻ വന്നാ. അങ്ങോട്ടിരിക്കെ, ഞാൻ ഒന്ന് കിടക്കട്ടെ. ഞങ്ങൾ എല്ലാരും കൂടി ഇന്നലെ വീട്ടിൽ നിന്ന് പിക്നിക്കിന് പോയിരുന്നു, അതുകൊണ്ട് ഇന്നലെ ക്ലാസ്സിൽ വരാൻ. ഞാൻ നോട്ട്സ് നീ കൊണ്ടുപോയിക്കോ, നാളെ ഞാൻ ക്ലാസ്സിൽ വരുമ്പോൾ തന്നാ മതി. വേണ്ട, ഞാൻ ഇവിടെ ഇരുന്ന് എഴുതിയെടുത്തോളാം. വേണ്ട വേണ്ട, എനിക്കൊന്ന് റെസ്റ്റ് എടുക്കണം. ഞാൻ കൂട്ടിരിക്കണോ? വേണ്ട വേണ്ട, നീ പോയിക്കോ. ആന്റി എപ്പോ വരും? ഇപ്പൊ വരും. സമയം ഒത്തിരി, നിനക്ക് പോണ്ടേ? വാ. നീ നാളെ ക്ലാസ്സിൽ വരില്ലേ? പിന്നെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.
മിമി 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 എന്തായത് സൂക്ഷിക്കേ. ആ, എന്നെ ഏൽപ്പിച്ച ജോലി ഭംഗിയായി കഴിഞ്ഞു. ഷീസ് ഡെഡ്. പോയി നോക്കാം. താങ്ക് യു. എനിക്കിനി ഒരു ജോലി കൂടി ചെയ്യാനുണ്ട്. എന്റെ മമ്മിയെ കൊന്നവനെ കൊല്ലുക. നിങ്ങളെ. ഗുഡ്. നിന്നെക്കായി ഉണ്ടല്ലോ ഈ തോക്ക്. മോളെ, ഞാനിവിടെ വന്നത് ഷേർലിയെ വേണ്ടിയിട്ടല്ല. ഒൺലി ഫോർ യു. മിസ്സിസ് തണ്ണിച്ചെറിയാന്റെ കൊലപാതകത്തിന് ഒരേ ഒരു സാക്ഷി നീ. മിമി,
ഷേർലി എന്താ മോളെ